ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. കുളത്തിൽ മുങ്ങിത്താഴ്ന്ന 3 പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളില PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കളക്ടർ VR വിനോദ് അനുമോദിച്ചു. ഷാമിലിന്റെ അവസരോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മറ്റു കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാകണമെന്നും കളക്ടർ പറഞ്ഞു. മുഹമ്മദ് ഷാമിൽ എന്ന 12ാം ക്ലാസ് വിദ്യാർത്ഥി വളരെ മാതൃകാപരമായ ധീരതയോടുള്ള പ്രവർത്തനത്തോടെ 3 കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ മാസം 12ാം തീയതി ഒന്നുകൂടി പറയാം. ആദ്യം പറയണോ? മുഹമ്മദ് ഷാമിൽ എന്ന 12ാം ക്ലാസ് വിദ്യാർത്ഥി തന്റെ ധീരമായ പ്രവർത്തനത്തിലൂടെ 3 ചെറിയ കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. PTM ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിലയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിൽ ഈ മാസം 13ാം തീയതി ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടിയാണ് 2 കുട്ടികൾ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിന് അവിടെ എത്തിച്ചേരുമ്പോൾ 2 കുട്ടികൾ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നതായും 1 കുട്ടി വെള്ളത്തിന് താഴെ തട്ടിലേക്ക് എത്തിച്ചേർന്നതായി കണ്ടു. മുഹമ്മദ് ഷാമിൽ 3 പേരെയും രക്ഷപ്പെടുത്തുകയും അവരെ CPR കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ആ സ്കൂളിലെ ബയോളജി അധ്യാപകൻ ക്ലാസിന്റെ ഭാഗമായി കുട്ടികൾക്ക് CPR കൊടുക്കുന്ന പരിശീലനം കൊടുത്തിരുന്നു. ഇതിൽ മനസ്സിലാക്കിയ മുഹമ്മദ് ഷാമിൽ സംയോജിതമായി CPR പ്രവൃത്തിയും കൂടെ ചെയ്തത് കൊണ്ടാണ് ഈ കുട്ടികളുടെ 3 പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ ഈ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് CPR പോലെയുള്ള പ്രാഥമികമായ ചികിത്സാ രീതികൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പരിശീലനം കൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പരിചയമില്ലാത്ത നീന്തൽ നന്നായി അറിയാത്ത കുട്ടികൾ ഒരു കാരണവശാലും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങി അപകടത്തിൽപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. മുഹമ്മദ് ഷാമിലിന്റെ പ്രവൃത്തിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. വെള്ളില പുത്തൻവീട് സ്വദേശിയായ ചാളകത്തൊടി മുഹമ്മദ് ഷാമിലിന്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങിയ 3 പെൺകുട്ടികൾ മുങ്ങിത്താഴുകയായിരുന്നു. അയൽ വീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ. ഈ സമയം ഇതുവഴി വന്ന ആശാവർക്കർ പള്ളിയാൽത്തൊടി ഹഫ്സത്ത് വിളിച്ചു പറഞ്ഞതോടെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരനും സംഭവ സ്ഥലത്തെത്തി. ഷാമിൽ കുളത്തിൽ ചാടി 2 പേരെ ഉടൻ കരയ്ക്കു കയറ്റി. കുളത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെ ശ്രമത്തിൽ മാത്രമാണ് കരയ്ക്ക് കയറ്റാൻ സാധിച്ചത്. അവശയായ കുട്ടിക്ക് CPR നൽകിയാണ് ഷാമിൽ ജീവൻ രക്ഷിച്ചത്. PTM സ്കൂളിലെ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൾ മജീദ് നൽകിയ പരിശീലനമാണ് CPR നൽകാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത്. വെള്ളില പുത്തൻവീട് ചാളകത്തൊടി അഷ്റഫിന്റെയും ഷാഹിദയുടെ 2ാമത്തെ മകനാണ് ഷാമിൽ. പോരാൻ നിന്നപ്പോതിന് ആ ഫസ്റ്റ് ചാടിയ 6ാം ക്ലാസ് പഠിച്ച കുട്ടി താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ താത്ത പിന്നെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് ആ കുട്ടി എന്തായാലും പോയി മറ്റുള്ളവരെങ്കിലും രക്ഷിക്കാനുള്ള ഇതിലാണ് അവിടെ വന്ന് പറയാറുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയണത്. ഞാൻ ഈ കുട്ടി മുങ്ങിയ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ആകെ അറിഞ്ഞ് മുങ്ങി കൊണ്ടിട്ടുള്ളതാണ്. ഞാൻ ഇപ്പൊ തന്നെ അവിടെ നിന്ന് ഓടി വന്നുകാണ്ട് ഒന്ന് കുറച്ചേരം നിന്ന് ഒന്ന് കൂളായിട്ട് പിന്നെ നീന്തണ ആള് ബാക്കിൽ നിന്ന് പിടിക്കണം. അങ്ങനെ ബാക്കിൽ നിന്ന് ഒരാളെ പിടിച്ച് കയറ്റി രണ്ടാമത്തെ ആളെ പിടിച്ച് കയറ്റി. 2ാമത്തെ ആള് പറഞ്ഞാൽ മുങ്ങി തുടങ്ങി. 2ാമത്തെ ആളെയും പിടിച്ച് കയറ്റി. അത് കഴിഞ്ഞിട്ട് ഒന്ന് കരക്കത്ത് കയറി ഒന്ന് ബ്രീത്തിന് എടുത്തപ്പോഴാണ് പറയുന്നത് ഒരു കുട്ടി കൂടി ഉണ്ട് താഴെ. അപ്പോൾ അത് കേട്ട് 1ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഒന്ന് ഡൈവ് ചെയ്ത് കിട്ടിയില്ല. 2ാമത്തതിൽ അവിടുന്ന് സെൻട്രലാണ് കുട്ടികളുള്ളത്. പക്ഷേ ഡീപ്പായുള്ള സ്ഥലമാണ്. അവിടെ പോയി നോക്കിയപ്പോൾ കാലിലൊന്ന് തട്ടി. പിന്നെ 3ാമത്തതിൽ അങ്ങനെ പോയി ഇരുന്നിട്ട് ആ കുട്ടിക്ക് ബോഡി എന്ന് പറഞ്ഞാൽ കാലെനിക്ക് കിട്ടി. കാരണം ചേറായതുകൊണ്ട് ആ കുളത്തിന്റെ അടി ഒന്നും കാണും, ഇരുട്ടാണ്.
ആ കുട്ടീനെ അങ്ങനെ പൊക്കി കൊടുന്നപ്പോ പിന്നെ അതിന്റെ ഫേസ് ഒക്കെ ഒന്ന് ശരിയാക്കി വെച്ചപ്പോ ബ്ലഡ് സർക്കുലേഷൻ ഒന്നുമില്ലാതെ ആ കുട്ടി മരിച്ച രീതിയിലായിരുന്നു എന്നെ കണ്ടിരുന്നത്. അങ്ങനെ ആ കുട്ടിയെ നല്ലൊരു സ്ഥലത്തേക്ക് കയറ്റിയതിന് ശേഷം CPR കൊടുക്കുക ചെയ്തു. കാരണം 5ാമത്തെ പ്ലസ്സിൽ ആ കുട്ടിയുടെ ചുണ്ടെന്നായിരിക്കും. പിന്നെ അങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ട് നിന്നപ്പോ പിന്നെ കുട്ടി നോർമലായിക്കാണ് ബ്രീത്തിങ് എടുക്കാൻ തുടങ്ങി. CPR ട്രെയിനിങ് കിട്ടിയത് പറഞ്ഞാൽ ഞങ്ങള് സ്കൂളിൽ നിന്ന് ഞാൻ LKG മുതൽ ഇപ്പോൾ +2 അവിടെ വെള്ളില ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കണം. അപ്പോൾ 10ാം ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾക്ക് ബയോളജീന്റെ ഒരു പാഠഭാഗമായി കണ്ട് ഫസ്റ്റ് എയ്ഡിന്റെ ഒരു ഇതിൽ CPR കുറിച്ച് പഠിച്ചാണ്ടായിരുന്നു. അതിൽ ഞങ്ങളെ ബയോളജീന്റെ സാറായ അബ്ദുൽ മജീദ് സാർ ഇതിന്റെ പറ്റിയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാം പറഞ്ഞു തന്നെ. പിന്നെ സ്കൗട്ട് അങ്ങനെയുള്ളതിൽ നിന്നും ഇതിനെ പറ്റി കുറച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. CPR ഉള്ളതിൽ ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കൊടുക്കാനറിയാം, അത്രേ ഉള്ളൂ. ജില്ലാ കളക്ടറുടെ അനുമോദനം ചടങ്ങിൽ ADM NM മെഹ്റലി, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ, സ്കൂളിലെ അധ്യാപിക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ജൂലൈ 25-നാണ് ഷാമിൽ ആദരമേറ്റുവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.